Good morning, children. Our today's class is our revision class. First, let us study our chapter 6. In page 153, that is refresh and recall section, you have to study everything in that page. അതായത് ആ പേജിൽ പിക്ചർ കൊടുത്തിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ്. അതെല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അതായത് ആ ലൈനിൻ്റെ മുകളിലുള്ള നമ്പർ ന്യൂമറേറ്റർ, താഴെയുള്ളത് ഡിനോമിനേറ്റർ. പിന്നെ നമുക്കൊരു ഫ്രാക്ഷൻ തന്നാൽ, ഒരു പിക്ചറും തന്നാൽ ആ ഫ്രാക്ഷൻ്റെ സൂചിപ്പിക്കുന്ന അത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ വേർഡ് പോലെ ചോദിക്കാൻ പറ്റുന്ന അതിനകത്ത് പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് കുറച്ച് പിക്ചേഴ്സാണ്. 1/4 ഓഫ് 12 ഫ്ലവേഴ്സ്, 1/5 ഓഫ് 10 പോട്ട്സ്, അങ്ങനെയാണ്. അപ്പോൾ നമ്മളോടിപ്പോൾ 1/6 ഓഫ് 18 അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 1/6 ഓഫ് 18 എന്ന് പറഞ്ഞാൽ 1/6 ഓഫ് 18 എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് 18നെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം. അതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 3 ആൻസർ കിട്ടും. നെക്സ്റ്റ് ആ ഭാഗത്തുനിന്ന് കുറച്ച് ഉള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കാൻ പറ്റുന്നത് പറയാം. ഫ്രാക്ഷൻസ് വിച്ച് ഹാവ് ദ സെയിം ഡിനോമിനേറ്റർ, അതായത് ഒരേ ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷന് പറയുന്ന പേരെന്താണ്? ലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഡിനോമിനേറ്റർ ആയിരിക്കണം. 1/6, 3/6, 5/6. ഇപ്പോൾ ഡിനോമിനേറ്റർ എല്ലാത്തും സെയിമാണ്. Like that fractions are called like fractions. Unlike fractions എന്ന് പറഞ്ഞാൽ fractions with different denominators. 1/3, 2/6, 3/4. അപ്പോൾ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. സച്ച് ഫ്രാക്ഷൻസ് ആർ കോൾഡ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. ദെൻ യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂമറേറ്റർ 1, അതായത് 1/3, 1/5 അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ന്യൂമറേറ്റർ 1 വരുന്നതിനാണ് യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ എ പ്രോപ്പർ ഫ്രാക്ഷൻ ദ ന്യൂമറേറ്റർ ഈസ് ലെസ്സർ ദാൻ ദ ഡിനോമിനേറ്റർ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറിയ നമ്പർ. ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷനാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറിയത്. ഇനി ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ ചെറുതും ഇങ്ങനെ ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്, ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഫ്രാക്ഷനാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ദാറ്റ് ഹാസ് എ ഹോൾ നമ്പർ പാർട്ട് ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട്. അതായത് ഒരു ഹോൾ നമ്പർ പാർട്ടും ഒരു ഫ്രാക്ഷൻ പാർട്ടും. അതായത് 2 and 1/4, 3 and 2/5, ഇങ്ങനെ ഒരു ഹോൾ നമ്പർ പാർട്ടും ഒരു ഫ്രാക്ഷൻ്റെ പാർട്ടും ഇങ്ങനെയുള്ളതിനാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് 4 ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ബൈ മൾട്ടിപ്ലിക്കേഷൻ. ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷനെ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടും. ഫോർ 4/5 അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വഴി കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സെയിം നമ്പർ കൊണ്ട് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 10, 4 × 2 8. ഇനി 4/5നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 3 15, 4 × 3 12. ഇനി 4നെയും 5നെയും നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 4 20, 4 × 4 16. ഇനി 4നെയും 5നെയും നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ്? 5 × 5 25, 4 × 5 20. അപ്പോൾ ഇനി ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ഏതാണ്? 4/5ൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് നമ്മൾ എഴുതുകയാണ്. 4/5 ഈക്വൽസ് 8/10 ഈക്വൽ 12/15 ഈക്വൽ 16/20 ഈക്വൽ 20/25. മനസ്സിലായല്ലോ?
അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വഴി നമുക്കൊരു തന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷനെ മൾട്ടിപ്ലിക്കേഷൻ വഴി അതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് കിട്ടും. നെക്സ്റ്റ്, റൈറ്റ് ദ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ബൈ ഡിവിഷൻ. ഡിവിഷൻ മെത്തേഡിൽ ഡിവിഷൻ ചെയ്ത് നമുക്ക് ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ 16/32. 16/32 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനെ അതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് 5 ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം ഡിവിഷൻ ചെയ്ത്. അപ്പോൾ എന്താണ്, നമുക്ക് രണ്ട് സംഖ്യ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഈ നമ്പർ ഈ രണ്ടിന് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ടേ നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് റിമൈൻഡർ വരും. അപ്പോൾ അങ്ങനെ രണ്ട് നമ്പറിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് മാത്രമേ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഓക്കെ, 16 കിട്ടി അല്ലേ? അപ്പോൾ താഴെ നമുക്ക് 16 എഴുതി. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വഴി കണ്ടുപിടിക്കാം അല്ലേ? 2ൻ്റെ ടേബിൾ ചൊല്ലുക. 2 8s are 16. ഓക്കെ, ഇനി നമുക്ക് ഈ 8/16 ഈ 8/16നെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ എളുപ്പമുണ്ട്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് 4 കൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 8/16 തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം. ഇവിടെ 8/16 നമുക്ക് കിട്ടി. ഇവിടെ 16/32നെ ഈ രണ്ടിനെ നമുക്കിനി വേണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 4/8 എന്ന് കിട്ടി. ഇനി വേറൊരു രീതിയിൽ നോക്കിയാൽ 8/16 നമുക്കിവിടെ കിട്ടിയായിരുന്നു. അതിന് നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടി? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 കിട്ടി. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണേലും ഫോളോ ചെയ്യാം. ഈ 16/32നെ തന്നെ നമുക്ക് വീണ്ടും 4 കൊണ്ട് 8 കൊണ്ട് 16 കൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഇതിന് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാം. ഏതാണോ നിങ്ങൾക്ക് ചെയ്തു പോകും കുഴപ്പമില്ല, സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ചെറിയ നമ്പറുകളാകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ 8/16 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 2. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4, 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8. വീണ്ടും ഈ 4/8നെ നമുക്ക് രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? രണ്ട് നമ്പറിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എത്രയായിട്ട്? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4. വീണ്ടും ഈ 2നെ 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2/4 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 2. എത്രയാണ്? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പോൾ നമുക്ക് 16/32ൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ചെയ്യാം. 16/32 ഈക്വൽസ് 8/16 ഈക്വൽസ് 4/8 ഈക്വൽസ് 2/4 ഈക്വൽസ് 1/2. ഓക്കെ, അപ്പോൾ എല്ലാ മെത്തേഡിൽ നിന്നും ടീച്ചർ ഓരോ ക്വസ്റ്റ്യൻ വീതമാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഈ മെത്തേഡ് മനസ്സിലാക്കി പുസ്തകത്തിൽ ഞാൻ ടീച്ചർ ക്ലാസ്സിൽ എടുത്തപ്പോഴത്തേക്കിന് ചെയ്തു തന്ന മറ്റുള്ള കണക്കുകളും ചെയ്ത് പഠിക്കണം. അപ്പം
നിങ്ങൾക്കൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്, ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാ സെക്ഷനിൽ നിന്നും ഓരോന്ന് വീതം അതിൻ്റെ മെത്തേഡ് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. നെക്സ്റ്റ്, ചെക്ക് ഇഫ് ദ ഫോളോയിങ് ആർ ഈക്വലൻറ്റ്. നമുക്ക് 2 ഫ്രാക്ഷൻ തന്നിട്ട് അത് ഈക്വലൻ്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? Look here, 2/6 and 3/9. നമുക്ക് ഇവിടെ 2 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അത് ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് 2/6 എഴുതി 3/9 എഴുതി. അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഡിനോമിനേറ്ററും ഈ ന്യൂമറേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എത്ര കിട്ടി? 2 × 9 18. ഇനി RHS റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ ഡിനോമിനേറ്ററും ഈ ന്യൂമറേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 3 എത്ര കിട്ടി? 18 കിട്ടി. അപ്പോൾ ഈ LHS ഈക്വൽസ് RHS, ഈ രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് രണ്ടും ഈക്വൽ ആയുള്ള നമ്പർ ആണെങ്കിൽ, ഒരേ നമ്പർ തന്നെയാണെങ്കിൽ ഇത് ഈക്വലൻ്റ് ഫ്രാക്ഷൻ. അതായത് LHS ഈക്വൽസ് RHS. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? 2/6 ഈക്വൽസ് 3/9. ചെക്ക് ചെയ്യുന്ന മനസ്സിലായല്ലോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി. ഇപ്പം നമുക്കിവിടെ ഒരു സ്ഥലത്ത് 18ഉം ഒരു സ്ഥലത്ത് 16ഉം കിട്ടിയിരുന്നെങ്കിൽ ഇത് ഈക്വലൻ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇവർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ രണ്ടും സെയിം നമ്പർ ആണെങ്കിൽ ആ ഫ്രാക്ഷൻ ഈക്വലൻ്റ് ഫ്രാക്ഷനാണ്. നെക്സ്റ്റ്, റെഡ്യൂസ് ടു ലോവസ്റ്റ് ടേംസ്. ലോവസ്റ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രാക്ഷന്, നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷനെ അതിന് വീണ്ടും അതിൻ്റെ ചെറിയ നമ്പറായിട്ട് ചെറിയ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ നമ്പറാക്കി മാറ്റി വീണ്ടും അതിന് ചെറിയൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റാത്ത ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റുന്നതിനാണ് ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, 15/45. ഇവിടെ 15 എന്ന് പറയുന്നത് 45 എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ നമ്പറാണ് അല്ലേ, ഒരു വലിയ ഫ്രാക്ഷനാണ്. ഇതിന് ഒരു ചെറിയ 1 ഡിജിറ്റ് നമ്പർ ഫോമിലേക്ക് ഈ ഫ്രാക്ഷനെ മാറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതിന് ചെയ്യേണ്ടത്, ഈ 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്മളിപ്പം ഇതിനു മുമ്പ് ഡിവിഷൻ മെത്തേഡിൽ ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. ആ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ 2 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. അതിൽ ഏറ്റവും വലിയ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം, ഇവിടെ 2 നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 15നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 45നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഡിവിസിബിലിറ്റി മെത്തേഡ് എന്താണ്? ടെസ്റ്റ് എന്താണ്? യൂണിറ്റിൻ്റെ പ്ലേസിൽ 5 അല്ലെങ്കിൽ 0 ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നറിയാം അല്ലേ. അപ്പോൾ 15നും 45നും യൂണിറ്റിൻ്റെ പ്ലേസിൽ 5 ആണ്. അപ്പോൾ നമ്മൾ 15ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 45ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 15 / 5 എന്ന് പറയുമ്പോൾ 3. 45 / 5 എന്ന് പറഞ്ഞാൽ 9. എനിക്ക് 3/9 എന്ന് കിട്ടി. ഇനി 3/9നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 / 3 എന്ന് പറഞ്ഞാൽ 1. 9 / 3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 15/45, 15ഉം 45 കുറച്ചുകൂടി വലിയ നമ്പർ ആയിരുന്നു അല്ലേ. അതിന് നമ്മൾ ഏറ്റവും ചെറിയ ഫോമിലേക്ക് 1/3 ഫോമിലേക്ക് മാറ്റി. ഇനി വീണ്ടും ഇതിലും ചെറിയൊരു ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ഇനി ഏറ്റവും ഒരു ചെറിയ ഫോമിലേക്കുള്ള ഫ്രാക്ഷനാക്കി മാറ്റുന്നതാണ് ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്
നമ്മളിപ്പോൾ കുറേ ഫ്രാക്ഷൻസിൻ്റെ ഒക്കെ പേര് പഠിച്ചായിരുന്നു. അൺലൈക്ക് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, യൂണിറ്റ് ഫ്രാക്ഷൻ. അപ്പം അത് നിങ്ങളോട് ചിലപ്പം ഒരു അൺലൈക്ക് ഫ്രാക്ഷൻ എഴുതാൻ പറയാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എഴുതാൻ പറയാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഫ്രാക്ഷൻസിൻ്റെ കുറേ തന്നിട്ട് അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആൻസർ കറക്റ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ടീച്ചറ് ഇവിടെ അൺലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷന് എക്സാമ്പിൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞായിരുന്നു. എന്താണ് അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡിഫറെൻറ്റ് നമ്പേഴ്സ് വരുന്നതാണ്. 3/4, 5/7, 6/9. ഡിനോമിനേറ്റർ വ്യത്യസ്തമായ നമ്പർ, ഡിഫറെൻറ്റ് നമ്പേഴ്സ് അങ്ങനെയുള്ളതാണ് അൺലൈക്ക് ഫ്രാക്ഷൻ. നെക്സ്റ്റ് ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരണം. 3/18, 5/18, 7/18. ഡിനോമിനേറ്റർ സെയിം വരുന്ന ഫ്രാക്ഷനാണ് ലൈക്ക് ഫ്രാക്ഷൻ. ദെൻ പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ന്യൂമറേറ്റർ ചെറിയ നമ്പർ ആയിരിക്കണം, ഡിനോമിനേറ്റർ വലിയതുമായിരിക്കണം. ലൈക്ക് ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിളാണ് 4/7, 8/30. അല്ലേ? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. നെക്സ്റ്റ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമായിരിക്കണം. 11/9, 22/60. അല്ലേ? ഡിനോമിനേറ്റർ ചെറിയ നമ്പർ, ന്യൂമറേറ്റർ വലിയ നമ്പർ വേണം. നെക്സ്റ്റ് മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞായിരുന്നു? എന്താണ്? ഒരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ട്, ഒരു ഫ്രാക്ഷൻ പാർട്ടും ഉണ്ട്. അല്ലേ? അതായത് 1 and 6/8, 2 and 5/6 അങ്ങനെയൊക്കെ വരുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഒരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട്. ഒരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ട്, ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഇനി യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഫ്രാക്ഷൻ പറഞ്ഞായിരുന്നല്ലോ. ന്യൂമറേറ്റർ 1 വരുന്ന ഫ്രാക്ഷനാണ് യൂണിറ്റ് ഫ്രാക്ഷൻ. അതായത് 1/6, 1/8 അങ്ങനെയൊക്കെ വരുന്നത് യൂണിറ്റ് ഫ്രാക്ഷനാണ്. ന്യൂമറേറ്റർ 1 ആയിട്ട് വരുന്നത് യൂണിറ്റ് ഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഫ്രാക്ഷനുകളുടെ പേരുകൾ, അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വയ്ക്കുക.